നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മോളിക്കുട്ടി സെബാസ്റ്റ്യൻ, ഈ വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ്. എനിക്കറിയാവുന്നവരാണ് എല്ലാവരും. അതുതന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. 14-ാം വാർഡിൽ പരിചയപ്പെടുത്തലുകൾ വേണ്ടാത്ത സ്ഥാനാർത്ഥിയാണ് മോളിക്കുട്ടി സെബാസ്റ്റ്യൻ. 14-ാം വാർഡിൻ്റെ മനസ്സറിഞ്ഞാണ് മോളിക്കുട്ടി സെബാസ്റ്റ്യൻ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ മോളിക്കുട്ടി സെബാസ്റ്റ്യൻ വികസനത്തിൻ്റെ പുതിയ പദ്ധതികൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്. ഈ സ്വപ്നങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ പ്രതീക്ഷകൾ കൂടിയാണ്. പ്രിയരെ, എനിക്ക് ഈ വാർഡിനെക്കുറിച്ച് കുറേ സ്വപ്നങ്ങളുണ്ട്. അത് പ്രാവർത്തികമാക്കുവാൻ ഈ വരുന്ന 5 കൊല്ലം കൊണ്ട് എന്തൊക്കെ എന്നെക്കൊണ്ട് സാധിക്കും എന്നതിനെപ്പറ്റി എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. നിങ്ങളുടെ സഹായവും അതിൽ ഞാൻ വളരെയേറെ മുഴുവനായും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വാർഡിലെ റോഡുകൾ, അതാണ് ആദ്യത്തെ എൻ്റെ പരിഗണനയിലുള്ള വിഷയം. നമ്മുടെ റോഡുകളെല്ലാം താറുമാറായി കിടക്കുകയാണ്. ഈ റോഡുകളുടെ എല്ലാം പുനർനിർമ്മാണം, അതാണ് എൻ്റെ ആദ്യത്തെ അജണ്ട. മാലിന്യ സംസ്കരണമാണ് ഏറ്റവും വലിയ പ്രശ്നം. മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുവാൻ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടുകൂടി പ്രവർത്തനങ്ങൾക്കെല്ലാം ഞാൻ മുൻകൈയെടുക്കും. ഒരു നല്ല ലൈബ്രറി ഇവിടെ വേണം. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു നല്ല സ്ഥലം വേണം. നമുക്കിവിടെ ഒരു ക്ലിനിക്കില്ല. ജില്ലാ വ്യവസായ ഉദ്യോഗസ്ഥയായിരുന്നപ്പോഴും ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോഴും 14-ാം വാർഡിലെ ജനങ്ങളെ സഹായിക്കാൻ എന്നും മോളിക്കുട്ടി സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിക്കുന്ന അങ്കണവാടികളുടെ പുനരുദ്ധാരണം വളരെ അത്യാവശ്യമാണ്. മുള്ളംകുഴി നിവാസികളുടെ പ്രശ്നങ്ങൾ നിരവധിയാണ്. വളരെ പോരായ്മകളുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് നമുക്കിപ്പോൾ ഇവിടെയുള്ളത്. ഈ കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ച് യോഗ്യമാക്കുകയാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. മുള്ളംകുഴി പ്രദേശത്ത് ഭൂരഹിത ഭവനരഹിത പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും അവിടെ താമസിക്കുന്നവർക്ക് അത് സ്വന്തമായിട്ടില്ല. സ്വന്തം പേരിൽ ഒരു വീട് എന്ന അവരുടെ സ്വപ്നം എൻ്റെ ലക്ഷ്യത്തിൽപ്പെടുന്നു. ഒരു ശരിയായ കുടിവെള്ള പദ്ധതി ഇന്നും ഈ പ്രദേശത്ത് നടപ്പിലായിട്ടില്ല. ടൂറിസത്തിന് വളരെ അനുകൂലമായ സാഹചര്യമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ 14-ാം വാർഡ്. എലിപ്പുലിക്കാട്ട് കടവിനോട് അനുബന്ധിച്ച് കിടക്കുന്ന ആ സ്ഥലം 4 മണിക്കാറ്റിനേക്കാൾ സുന്ദരമായി രൂപീകരിച്ചെടുക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ്. കുട്ടികൾക്ക് കളിക്കാൻ നല്ല ഒരു പാർക്ക് ഇവിടെ ഒരുക്കുവാൻ സാധിക്കും. യുവാക്കൾക്കും പ്രത്യേകിച്ച് വയോധികർക്കും മാനസിക ഉല്ലാസത്തിന് ഈ ടൂറിസം പദ്ധതി ഉപകരിക്കും. മീനംതലയാറിൻ്റെ ആഴം വർദ്ധിപ്പിച്ചാൽ എലിപ്പുലിക്കാട്ട് കടവിൽ നിന്നും കുമരകത്തേക്ക് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ബോട്ട് സർവീസ് ആരംഭിക്കുവാൻ സാധിക്കും. 14-ാം വാർഡിലെ ഗുരുമന്ദിരം ആധ്യാത്മികതയുടെ ഭാഗമായി എല്ലാ ജനങ്ങളും ഒത്തുകൂടുന്ന ഒരിടമാണല്ലോ നമ്മുടെ ഗുരുമന്ദിരം. ഈ ഗുരുമന്ദിരത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടി ജനകീയ പങ്കാളിത്തത്തോടു കൂടി CC ക്യാമറകൾ സ്ഥാപിക്കാൻ ഞാൻ മുൻകൈയെടുക്കും. വിമലഗിരി റോഡിന് സമാന്തരമായി വാട്ടർ സപ്ലൈ റോഡും മാറ്റാൻ കഴിയും. ഇപ്പോൾ അത് വാഹന യോഗ്യമല്ല. മണ്ണിട്ടുയർത്തി ടാർ ചെയ്താൽ നല്ലൊരു സമാന്തര റോഡായി മാറും. വിമലഗിരി തീർത്ഥാടന കേന്ദ്രം, പോലീസ് റിസർവ് ക്യാമ്പ്, ശ്രീനാരായണ ഗുരുമന്ദിരം, വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി, മുള്ളംകുഴി, എലിപ്പുലിക്കാട്ട് കടവ്, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ ഇവയെല്ലാമുള്ള പ്രദേശമാണ് 14-ാം വാർഡ്. ഇവിടെ ഒരു ബസ് സർവീസ് ജനങ്ങളുടെ വലിയ ഒരു സ്വപ്നമാണ്. മുമ്പ് ഇവിടെ സ്വകാര്യ ബസ് സർവീസ് ഉണ്ടായിരുന്നത് നിന്നുപോയി. എന്നാൽ ഇതുവഴി തിരുവഞ്ചൂർ, അയർക്കുന്നം, പാല, ഏറ്റുമാനൂർ പ്രദേശത്തേക്ക് KSRTCയുടെ ഒരു സർക്കുലർ സർവീസ് ആരംഭിക്കുവാൻ എല്ലാ ശ്രമവും നടത്തും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ചിഹ്നം കൈപ്പത്തി. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.